ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം സൗബിൻ സാഹിറ. 2018 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സൗബിൻ സാഹിർ സമാനതകളില്ലാത്ത അനുകരണത്തിന് അതീതനായ നടനാണ് എന്ന് നിസ്സംശയം പറയാം. അനുകരണത്തിന് അതീതൻ എന്ന് പറയുമ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊന്നും അദ്ദേഹത്തെ അനുകരിക്കാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പകരം മറ്റൊരു നടന് പകർത്തി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടേറിയ ഒരു ആക്ടിംഗ് സ്റ്റൈലാണ് സൗബിൻ സാഹിറിൻ്റെത്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രം നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കയ്യടി നേടി പ്രദർശനം തുടരുമ്പോഴാണ് സൗബിൻ സാഹിറിനെ തേടി കഴിഞ്ഞ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരവും എത്തുന്നത്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ മജീദിനെ അവിസ്മരണീയമാക്കിയതിനാണ് സൗബിൻ സാഹിറിന് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മലപ്പുറത്തെ ഒരു കുഗ്രാമത്തിലെ ഒരു സെവൻസ് ഫുട്ബോൾ ടീമിന്റെ മാനേജരായ മജീദിനെ നമുക്ക് മറക്കാനാകില്ല. മജീദിന് ഫുട്ബോൾ എന്നതൊരു ഉപജീവന മാർഗം എന്നതിനും അപ്പുറം ഒരു വികാരം തന്നെയാണ്. ഫുട്ബോൾ ഇല്ലെങ്കിൽ, കളിമൈതാനങ്ങളും ആരവങ്ങളും ഇല്ലെങ്കിൽ മജീദ് ഇല്ല എന്ന് ആ സിനിമ കാണുന്നവർക്ക് നന്നായി ബോധ്യമാകും. സുഡാനി ഫ്രം നൈജീരിയയിൽ നൈജീരിയൻ പ്ലെയർ സുഡു എന്ന് വിളിക്കുന്ന സാമുവൽ അബിയോള റോബിൻസണും മജീദും തമ്മിലുള്ള സൗഹൃദവും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. സുഡാനി ഫ്രം നൈജീരിയ സൗബിൻ സാഹിറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായി നായകനായി അഭിനയിക്കുന്ന സിനിമ കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ ഫുൾ ലീഡ് റോളിൽ തന്നെ മികച്ച നടനായി അംഗീകരിക്കപ്പെടാനും സൗബിൻ സാഹിറിന് സാധിച്ചു. ഒരു സംവിധാന സഹായിയായിട്ടാണ് സൗബിൻ സാഹിർ സിനിമയിലേക്ക് എത്തുന്നത്. 2003 സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രം, നമുക്കറിയാം മമ്മൂട്ടി നായകനായി എത്തിയ മെഗാ ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു. ഈ സിനിമയിലൂടെയാണ് സൗബിൻ സാഹിർ സംവിധാന സഹായിയായി എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം നിരവധി സംവിധായകർക്കൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തു. സിദ്ദിഖ്, ഫാസിൽ, സന്തോഷ് ശിവൻ, രാജീവ് രവി, അമൽ നീരദ് തുടങ്ങിയവരുടെയൊക്കെ ചിത്രങ്ങളിൽ സംവിധാന സഹായിയായി സൗബിൻ സാഹിർ പ്രവർത്തിച്ചിട്ടുണ്ട്. സൗബിൻ സിനിമാഭിനയ രംഗത്തേക്ക് വരുന്ന ആദ്യ ചിത്രം ഫാസിലിന്റെ കയ്യെത്തും ദൂരത്താണ്. ഈ ചിത്രത്തിലൂടെയാണ് ഫഹദ് ഫാസിലും സിനിമാഭിനയ രംഗത്തേക്ക് വരുന്നത്. സൗബിനും ഫഹദ് ഫാസിലും ഒരേ ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് എന്നത് ഒരു കൗതുകകരമായ യാദൃച്ഛികതയാണ്. സൗബിൻ സാഹിറിൻ്റെ അത് കയ്യെത്തും ദൂരത്ത് ഒരു ചെറിയ വേഷമായിരുന്നു. കയ്യെത്തും ദൂരത്തിൽ അഭിനയിക്കുമ്പോൾ ഫഹദ് ഫാസിലിന് 19 വയസ്സും സൗബിൻ സാഹിറിന് 18 വയസ്സുമാണ് പ്രായം. സൗബിൻ എന്ന നടന് വഴിത്തിരിവാകുന്ന ചിത്രം പ്രേമമാണ്. നിവിൻ പോളി നായകനായി എത്തി മെഗാ ഹിറ്റായി മാറിയ ചിത്രം. ഇതിലെ PT മാസ്റ്റർ ശിവൻ സാറിനെ നമുക്ക് മറക്കാനാകില്ല. ചാർലി, മഹേഷിന്റെ പ്രതികാരം, കലി, ഡാർവിന്റെ പരിണാമം, കമ്മട്ടിപ്പാടം, അനുരാഗ കരിക്കിൻ വെള്ളം, മായാനദി, കോമ്രേഡ് ഇൻ അമേരിക്ക തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ താനൊരു പ്രതിഭാശാലിയായ നടനാണ് എന്ന് സൗബിൻ സാഹിർ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഗംഭീരമായ പ്രകടനത്തിലൂടെ സൗബിൻ വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. 36 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിലും തൻ്റെ പ്രായത്തേക്കാൾ പക്വമായ കഥാപാത്രങ്ങൾ അനായാസമായി ചെയ്ത് ഫലിപ്പിക്കാൻ കെൽപ്പുള്ള നടൻ കൂടിയാണ് സൗബിൻ സാഹിർ. നിരവധി സംവിധായകർക്കൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിച്ച സൗബിൻ സാഹിർ 2017 പറവ എന്ന ചിത്രം സംവിധാനം ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, അത് തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ചിത്രമാണ്. ദുൽഖർ സൽമാൻ ഉൾപ്പെടെ അഭിനയിച്ച ചിത്രം. താൻ നല്ലൊരു സംവിധായകനാണ് എന്നും പറവയിലൂടെ സൗബിൻ സാഹിർ തെളിയിച്ചു. ഇപ്പോൾ 2019 കുഞ്ചാക്കോ ബോബനെ നായകനാക്കി സൗബിൻ സാഹിർ മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. മാത്രവുമല്ല, ഈ വർഷം ഒരു നടൻ എന്നുള്ള രീതിയിൽ സൗബിൻ സാഹിറിന് നിരവധി പ്രോജക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ സംവിധാന സഹായിയായി വന്ന് നടനായി മാറി നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയ സൗബിൻ സാഹിറിൻ്റെ സിനിമാ ജീവിതത്തെ ചെറിയ രീതിയിലൊന്ന് വിലയിരുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതിനടുത്ത് നടത്തിയത്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തുറന്നെഴുതാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമാ വിശേഷവുമായി, ഒരു സിനിമയുടെ റിവ്യൂവുമായി ഉടൻ തന്നെ തിരിച്ചു വരാം. അതുവരെ ബൈ.